Next one is Zero model. Zero model is developed by Warburg and Rackham in Zero model. It is also 4-level approach which is explained below. ഇതൊരു 4-level approach ആണ്. അതായത് കോണ്ടെക്സ്റ്റ് ഇവാലുവേഷൻ, ഇൻപുട്ട് ഇവാലുവേഷൻ, റിയാക്ഷൻ ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ. അപ്പോൾ ഈ 4 ലെവൽസിലാണ് ഇതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാം ഇവാലുവേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ HRD പ്രോഗ്രാം ഇവാലുവേഷൻ 4 ലെവൽസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ആദ്യം കോണ്ടെക്സ്റ്റ് ഇവാലുവേഷൻ, ഗ്യാതറിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഇൻസഫിഷ്യൻസി ഓഫ് പെർഫോമൻസ്, ഇവാലുവേറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് അസർട്ടൈൻ ട്രെയിനിങ് നീഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻഎഫിഷ്യൻസി ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ട്രെയിനിങ് നീഡ്സ് എന്താണെന്ന് അസസ് ചെയ്യും. ഇവിടെ അവർ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ, എല്ലാ കാര്യങ്ങളും ഇവർ കൺസിഡർ ചെയ്യും. ദ എയിം ആർ സെറ്റ് ഫോർ ദ റെസ്റ്റ് 3 ലെവൽസ്. അപ്പം ഇനി അടുത്ത 3 ലെവലിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഡിറ്റർമിനേഷൻ എല്ലാം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിനിങ് നമ്മൾ ഇൻഎഫിഷ്യൻസീസ്, പെർഫോമൻസിലുള്ള ഇൻഎഫിഷ്യൻസീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രെയിനിങ് നീഡ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് അടുത്ത 3 ലെവലിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ നോക്കാം. ഇൻപുട്ട് ഇവാലുവേഷൻ ഇറ്റ് ഇൻവോൾവ് അക്വയറിങ് യൂട്ടിലൈസിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അവൈലബിൾ ട്രെയിനിങ് റിസോഴ്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനിങ് റിസോഴ്സ് അതെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ട്രെയിനിങ് റിസോഴ്സസിനെ നമ്മളെടുത്ത് യൂസ് ചെയ്യും. ടു മേക്ക് എ പ്രോപ്പർ ചോയ്സ് ബിറ്റ്വീൻ ദം ഇറ്റ് ഇൻവോൾവ് അസസിങ് ബോത്ത് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിസോഴ്സസ്. അപ്പം നമുക്കത് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, ട്രെയിനിങ് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റിസോഴ്സസ് അസസ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും നമ്മൾ നന്നായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾസ് യൂട്ടിലൈസ് ചെയ്യാനും, അതായത് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ഗോളിനെ റിയലൈസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ് വേണം എന്ന് തീരുമാനിക്കാനും നമുക്ക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിസോഴ്സസ് നോക്കണം. അതാണ് ഇൻപുട്ട് ഇവാലുവേഷൻ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെക്ക് ചെയ്യും. അടുത്തത് റിയാക്ഷൻ ഇവാലുവേഷൻ. ദ ബേസിക് എയിം ഓഫ് റിയാക്ഷൻ ഇവാലുവേഷൻ ഈസ് ടു അക്വയർ ആൻഡ് യൂട്ടിലൈസ് ഇൻഫർമേഷൻ കളക്റ്റഡ് അബൌട്ട് ദ പാർട്ടിസിപ്പൻസ് റിയാക്ഷൻ ടു എൻഹാൻസ് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, അക്വയർ ചെയ്യും. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ പാർട്ടിസിപ്പൻസിൻ്റെ റിയാക്ഷൻ അറിയാമെന്ന് വെച്ചാൽ അവർക്ക് അത് പോസിറ്റീവാണോ നെഗറ്റീവായിട്ടാണോ അവരെ ബാധിച്ചതെന്ന് അറിയണം. അപ്പോൾ അതാണ് നമ്മുടെ എയിം, റിയാക്ഷൻ ഇവാലുവേഷൻ. ദ മെയിൻ പോയിന്റ് ഹിയർ ഈസ് that this kind of evaluation is based on participant subjective input. However, it can prove to be useful for productive if information is gathered in a systematic and objective way. അപ്പോൾ ഇൻഫർമേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക്കും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ഇൻഫർമേഷനെ പ്രോപ്പറായിട്ട് യൂസ്ഫുള്ളും പ്രൊഡക്റ്റീവായിട്ടുള്ള വേയിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഇൻഫർമേഷനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ യൂസ്ഫുള്ളും പ്രൊഡക്റ്റീവായിട്ട് വേണം നമ്മൾ ഇൻഫർമേഷനെ യൂസ് ചെയ്യാൻ. അത് ഓരോ പാർട്ടിസിപ്പൻസിന് അനുസരിച്ചിരിക്കും അവരുടെ റിയാക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റിയാക്ഷൻ ഇവാലുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഔട്ട്കം ഇവാലുവേഷൻ ഇറ്റ് ഇൻവോൾവ് ഗ്യാതറിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ട്രെയിനിങ് ഔട്ട്കം. ട്രെയിനിങ് ഔട്ട്കമ്മിനെ പറ്റിയിട്ടുള്ള ഇവാലുവേഷനാണ്. ട്രെയിനിങ് ഔട്ട്കംസ് എന്തൊക്കെയാണ്, ട്രെയിനിങ് കഴിഞ്ഞ് വന്നവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്ത് നന്നായിട്ട് അവർ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഔട്ട്കം ഇവാലുവേഷൻ പ്രോപ്പർ ആവണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ നോക്കണം. ഡിഫൈനിങ് ദ ട്രെൻഡ് ഒബ്ജക്റ്റീവ്, അതായത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ്സ്. ഓപ്റ്റിംഗ് ഓർ ക്രിയേറ്റിംഗ് സം മെഷേഴ്സ് ഓഫ് ദോസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പുതിയതായിട്ടുള്ള മെഷേഴ്സ്, പുതിയ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. ഈ പറയുന്ന റീസെൻറ്റ് ട്രെൻഡ്സിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ഡൂയിങ് ദ മെഷർമെൻറ്റ് അറ്റ് കറക്റ്റ് ടൈം. അത് ഓരോ കറക്റ്റ് പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ മോണിറ്റർ ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവാലുവേറ്റിംഗ് ദ ഔട്ട്കം ആൻഡ് യൂട്ടിലൈസിങ് ദം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ പ്രോഗ്രാം. നമ്മൾ ഔട്ട്കംസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് യൂട്ടിലൈസ് ചെയ്യും. ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യും. നെക്സ്റ്റ് വൺ വന്നിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കോസ്റ്റ് ആണോ ബെനിഫിറ്റ് ആണോ കൂടുതൽ. നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്താ, കോസ്റ്റ് ഷുഡ് ബി ലെസ് ദാൻ ബെനിഫിറ്റ്. കോസ്റ്റ് കുറവായിരിക്കണം, ബെനിഫിറ്റ് കൂടുതലായിരിക്കണം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്നുള്ളത്. എങ്കിൽ മാത്രമേ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഡിറ്റർമിനിങ് ദ ട്രെയിനിങ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് സച്ച് ആസ് ട്രെയിനേഴ്സ് ഫീ, മെറ്റീരിയൽ, ഫെസിലിറ്റീസ് ഓർ എനി അതർ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ. ആദ്യം നമ്മൾ ട്രെയിനിങ് കോസ്റ്റ് നോക്കും. ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, അതായത് നമ്മൾ ട്രെയിനർക്ക് കൊടുക്കുന്ന ഫീസ്, മെറ്റീരിയൽ ആവുന്ന ചാർജ്, ഫെസിലിറ്റീസിൻ്റെ ചാർജ്, വേറെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് ഒക്കെ.
പിന്നെ വരുന്നത് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ സേവിങ് റിസൾട്ട്. നമ്മൾ എന്തിനാ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സേവിങ് റിസൾട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് എംപ്ലോയിയുടെ റിട്ടൻഷൻ, എംപ്ലോയീസ് നമ്മൾ ഓർഗനൈസേഷൻ നിൽക്കുന്നുണ്ടോ, ബെറ്റർ കസ്റ്റമർ ഫെസിലിറ്റീസ് നമുക്കുണ്ടോ, എറേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ, പിന്നെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സേവിങ്സ് ഈ ഒരു ട്രെയിനിങ് കാരണം. പിന്നെ കമ്പ്യൂട്ട് പൊട്ടൻഷ്യൽ സേവിങ്സ്. ഇൻ ദിസ് സ്റ്റേജ് ദ ഡോളർ കോസ്റ്റ് ഇസ് അസൈൻ ടു ഈച്ച് ഓഫ് ദ പൊട്ടൻഷ്യൽ സേവിങ്. അപ്പോൾ നമ്മൾ ഡോളറിലാക്കി നോക്കും നമ്മുടെ പൊട്ടൻഷ്യൽ സേവിങ്. അപ്പോൾ കമ്പ്യൂട്ട് പൊട്ടൻഷ്യൽ സേവിങ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സേവിങ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡോളറിലാക്കി നോക്കും. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ മറ്റുള്ള ഇൻഡസ്ട്രീസിലാണ് നോക്കുമ്പോൾ നമ്മുടെ എത്ര എമൗണ്ടോളം നമ്മൾ സേവ് ചെയ്തു നോക്കും കോസ്റ്റ്. ഇനി കണ്ടക്ട് കോസ്റ്റ് ആൻഡ് സേവിങ് ബെനിഫിറ്റ് കമ്പാരിസൺ. കോസ്റ്റും സേവിങ്സിൽ നിന്നുള്ള ബെനിഫിറ്റും അതും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. നമുക്ക് ഇൻകറായ കോസ്റ്റ് ആണോ കൂടുതൽ, നമ്മുടെ സേവിങ്സ് ആണോ കൂടുതൽ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഫൈനലി ദ കോസ്റ്റ് ആൻഡ് സേവിങ്സ് പെർ പാർട്ടിസിപ്പൻറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആൻഡ് ദെയർ റിലേഷൻ ടു ബിസിനസ് പെർഫോമൻസ് ഇസ് അസസ്ഡ്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റിനെ വെച്ചിട്ടും നമുക്ക് അവരുടെ ഓരോ കാൻഡിഡേറ്റിൽ നമ്മൾ എന്തോരം സേവിങ്സ് ഉണ്ടാക്കി, അതായത് എന്തായാലും അവരെ പൊട്ടൻഷ്യൽ കൂടും, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ എക്സ്ട്രാ നല്ല രീതിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് എത്ര സേവിങ്സ് ഉണ്ടായി, നമ്മുടെ ട്രെയിനിങ് കോസ്റ്റ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. പിന്നെ നമ്മുടെ ബിസിനസ് പെർഫോമൻസും കൂടി അതിൻ്റെ കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ബെനിഫിറ്റ് അറിയണമെങ്കിൽ നമ്മുടെ ബിസിനസ് കോസ്റ്റും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് ബിസിനസ് പെർഫോമൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ആ കോസ്റ്റ് ഇൻകർ ആയത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ബെനിഫിറ്റാണ് കൂടുതൽ കോസ്റ്റിനേക്കാളും. നമുക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റി, ആൾക്കാർക്ക് പുതിയ നോളജും സ്കില്ലും എല്ലാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അവരുടെ ആ ഒരു സ്കില്ലും നോളജും വെച്ചിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള.